ഹലോ, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ജേർണലിംഗ് വ്ളോഗാണ്. ഈ ഒരു വീഡിയോ ഞാൻ കുറേ മുമ്പ് എടുത്ത വെച്ചൊരു വീഡിയോ ആണ്. ഇപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തത് ഓണം എക്സാമിൻ്റെ ഓരോ എക്സാം വ്ളോഗ് ആയിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓണം എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കുറേ മുമ്പ് എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ്. പക്ഷേ ഇതിന് പ്രോപ്പറായിട്ടുള്ളൊരു തുടക്കവും ഒരു അവസാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് അപ്ലോഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെ കുറേ പെൻഡിങ് ആയി പോയതാണ്. എന്തായാലും ഫൈനലി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു. കാരണം ഞാൻ ഭയങ്കര റെയറായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ജേർണലിംഗ് എന്ന് പറയുന്നത്. അതും ഇത്ര ടൈമൊക്കെ എടുത്ത് ജേർണലിംഗ് ചെയ്യൽ ഞാൻ വളരെ കുറവാണ്. അപ്പം ഞാൻ അത്ര കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു. കുറേ ഞാൻ ആയില്ലേ. ജേർണലിംഗ് ഞാൻ ഭയങ്കര റെയറായിട്ട് ചെയ്യുന്ന കാര്യമാണെന്ന് പറയാൻ കാരണം, ജേർണലിംഗ് ചെയ്യലുണ്ട് എന്തെങ്കിലും ചെറിയ ഒരു രീതിക്കൊക്കെ. പക്ഷെ ഇത്രക്കും ടൈം എടുത്ത് ഫോട്ടോക്ക് ഇങ്ങനെ ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷൻ വെച്ച് അതേപോലെയൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കിയത് ഫസ്റ്റ് ടൈമാണ്. അതിൻ്റെ റിസൾട്ട് അതിൽ കാണാനുണ്ടായിരുന്നു. പിന്നെ ജേർണലിംഗ് ചെയ്യുന്നത് വീഡിയോ എടുക്കുന്നതും ആദ്യമായിട്ടാണ്. അതാണ് ഏറ്റവും ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഇത് കിട്ടിയിട്ടുണ്ടാവും. ഞാനൊരു ബിഗിന്നറാണ് ഈ ഒരു ജേർണലിങ്ങിൽ. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ജേർണൽ സപ്ലൈസോ ഒന്നും അങ്ങനെ കുറയില്ല. ചെറിയ രീതിക്ക് ഒരു വാഷി ടൈപ്പ് ഉണ്ട്. പിന്നെ സ്റ്റിക്കേഴ്സൊക്കെ പഴയ ടൈപ്പ് ജേർണലിങ്ങിന് പറ്റിയ സ്റ്റിക്കേഴ്സൊന്നും അല്ല. പണ്ട് നമ്മൾ മറ്റേ ബുക്കിലൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയില്ലേ, നെയിം സ്ലിപ്പ് പോലത്തൊക്കെ, അതൊക്കെ എൻ്റെ കയ്യിലുള്ളത്. അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ട് ഞാനിതിൽ കുറേ സപ്ലൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്ന് ഞാൻ അത് ജേർണലിങ്ങിന് പറ്റിയ ഒരു സപ്ലൈസ് ആക്കി എടുക്കുകയാണ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു കാർഡ്ബോർഡിൽ നല്ല പ്രിൻറ്റഡ് ഉള്ളൊരു കാർഡ്ബോർഡ് ഉണ്ടായിരുന്നു, അതൊരു സ്റ്റിക്കർ ബോർഡ്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഫ്ലവറൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഒട്ടിക്കുന്നത്. അല്ലാണ്ട് അതൊന്നും സ്റ്റിക്കറായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഈ ഒരു പേപ്പർ, നമ്മളതിൽ ഒട്ടിക്കുന്ന പേപ്പർ ഞാൻ സ്കെച്ച് വെച്ചിട്ട് ഗ്രിഡ് വരച്ചെടുത്തതാണ്, അല്ലാണ്ട് ഗ്രിഡ് പേപ്പറല്ല. അപ്പോൾ അങ്ങനെ ചെറിയ രീതിക്കൊരു തട്ടിക്കൂട്ട് ടൈപ്പാണ് ചെയ്യുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ കുറേ ജേർണൽ സപ്ലൈസ് വെച്ച് ചെയ്യുന്നതിനേക്കാൾ ഒരു സാറ്റിസ്ഫാക്ഷനും ഒരു ഹാപ്പിനെസ്സൊക്കെ കൂടുതൽ കിട്ടുക ഇതേപോലെ വേസ്റ്റ് മെറ്റീരിയൽസ് അത് നമ്മൾ കുറച്ച് ഭംഗിയാക്കി എടുക്കുമ്പോഴാണ്. ഈ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ നല്ല രീതിക്ക് ഒരു ജേർണലിംഗ് ഒക്കെ സെറ്റാക്കുമ്പം നമ്മളതിന് വേണ്ടിയിട്ട് കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് ഹാപ്പിനെസ് ഭയങ്കര കൂടുതലാണ്. ഇപ്പം ഞാൻ ചെയ്യുന്നത് കാറ്റ് ജേർണലാണ്. എൻ്റെ ഈ ഒരു ബുക്കിൽ മെയിനായിട്ടുള്ളതും അത് തന്നെയാണ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പൂച്ചകളുടെ ഒക്കെ ഫോട്ടോസ് ഞാനിങ്ങനെ പ്രിൻ്റ് ചെയ്തിട്ട് ഒട്ടിച്ച് വെക്കുന്നതാണ്. ഓരോ രീതിക്കൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട്. അപ്പോൾ അതിലൊരു പേജാണ് ഇപ്പോൾ ഞാൻ സെറ്റാക്കി കൊണ്ടുവയ്ക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കൂടുതലായിട്ടും വേസ്റ്റ് മെറ്റീരിയൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ കയ്യിലും അങ്ങനെ കുറേ സ്റ്റിക്കേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഫോട്ടോസ് ആണെങ്കിലും ഞാൻ ഓരോ രീതിക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ നേരത്തെ കാണിച്ച ആ ഒരു സ്റ്റെൻസിൽ പോലത്തെ സാധനം ഉണ്ടല്ലോ, നമ്മൾ ഈ ജോമെട്രി ബോക്സ് ഒക്കെ വാങ്ങിക്കുമ്പം നമുക്കതിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഈ ഒരു എല്ലാ ലെറ്റേഴ്സും നമ്പേഴ്സൊക്കെ ഉള്ളൊരു സ്റ്റെൻസിൽ പോലത്തെ സംഭവം. അപ്പോൾ അത് ഞാൻ ഈ അടുത്ത് ഷെൽഫ് ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയതായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടും ചെറിയ രീതിക്കൊക്കെ ഓരോന്ന് ചെയ്യുന്നുണ്ട്. ഈ ഒരു ജേർണൽ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ ചെയ്ത് തുടങ്ങുമ്പോഴൊന്നും ഇത് ഇത്രക്കും രസം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. എൻ്റെ മൈൻഡിൽ എന്തൊക്കെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഫോട്ടോസ് വെക്കേണ്ടത്, ഏതൊക്കെ രീതിക്ക് കട്ട് ചെയ്യണം അങ്ങനെയൊക്കെ. പക്ഷെ എന്ന് വെച്ചിട്ട് ഇത്രയ്ക്ക് അങ്ങോട്ട് സെറ്റാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഇതേപോലെ ഇന്നെപ്പോലൊക്കെ ഇതുവരെ ജേർണലിംഗ് ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ജേർണലൊക്കെ ചെയ്ത് നോക്കുക. ഒരു ചെറിയ പേജൊക്കെ സെറ്റാക്കിയാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടും പിന്നെയും ചെയ്യാനുള്ള. പിന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കുറേ മുമ്പെടുത്ത വീഡിയോ ആണെന്ന്. അപ്പോൾ അന്ന് നോട്ട് കംപ്ലീറ്റ് ആക്കണം കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ അത് കംപ്ലീറ്റ് ആയില്ല. അപ്പോൾ അതും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്ന എക്സാം വ്ളോഗ് ആണെങ്കിലും കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാൻ ആകെ 3-4 എക്സാം മാത്രമേ വ്ളോഗ് എടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ പറഞ്ഞാൽ പിന്നെ ബിസിയായി, ടെൻഷൻ വരൽ തുടങ്ങി. അങ്ങനെ പിന്നെ വീഡിയോ എടുക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അതങ്ങനെ സ്റ്റോപ്പായി പോയത്. ഇനിയിപ്പോൾ ഓണം വെക്കേഷനൊക്കെ ഉണ്ട് 10 ദിവസം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോസൊക്കെ ചെയ്യാം കറക്റ്റായിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്.